ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് റൂം സെറ്റപ്പിൻ്റെ വീഡിയോ ആട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇത്രയും നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹാളിൽ വെച്ചിട്ടാട്ടോ നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിതേ ഒരു റൂം അതിന് വേണ്ടി മാത്രമായിട്ട് എടുത്തിട്ട് നമ്മുടെ ഒലഡ് ടി വിയും നമ്മുടെ ഗെയിമിംഗ് സംഭവങ്ങളും പിന്നെ നമ്മളൊരു കോക്പിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് അതിൻ്റെ ആ ഒരു ഫുൾ ഫീലും അതിൻ്റെ ഇരിപ്പും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കോക്പിറ്റ് വേണം. അപ്പോൾ അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ടി വി യൂണിറ്റും കാര്യങ്ങളും എല്ലാം റൂമിലേക്കാക്കി ഫുള്ള് സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചു ഈ വാളും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കാമെന്ന്. പക്ഷേ ബ്ലാക്ക് നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചു, കാരണം ഭയങ്കര ഡിമ്മായി പോകും. ഇപ്പോൾ നമ്മൾ വൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ പുറകെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും കാലം നമ്മളിത് നമ്മുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ടോ വച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സെറ്റപ്പുകളൊക്കെ എൻറ്റയർലി മാറ്റും. ഇതെല്ലാം നമ്മളിവിടെ ഒരു ഈ പറഞ്ഞ ട്രേ പോലത്തെ ഒരു സംഭവം അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആക്കും കേട്ടോ. പിന്നെ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗെയിമിംഗ് യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം വേണ്ടത് ലൈറ്റാട്ടോ. അപ്പോൾ നമ്മുടെ ഇതേ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതേ 3M ടേപ്പ് വെച്ചിട്ട് ഫുള്ള് ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ ഫൈനലി നമ്മളിത് നമ്മുടെ LED ലൈറ്റ് ഇത് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 3M ടേപ്പ് ആദ്യം പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്തോടെ നമ്മളിത് ഇങ്ങനെ ലൈനായിട്ട് വിട്ടേക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ TV വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രില്ല് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ വന്നേക്കുന്നത് നമ്മുടെ TV യൂണിറ്റാണ്. അപ്പോൾ TV യൂണിറ്റ് ഒരു അടിപൊളി സാധനം എടുക്കണം നിർബന്ധമായിരുന്നു എനിക്ക്. ബ്ലൂവുഡിൻ്റെ കിടിലൻ സാധനം കേട്ടോ. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. നിങ്ങൾക്ക് മേടിക്കാം. ഏകദേശം ഒരു 4000 രൂപ റേറ്റിൽ നമുക്ക് ആയുള്ളൂ. നല്ല ക്വാളിറ്റിയാണ്, നല്ല കളറാണ്. ഇതുപോലെ ഇവരെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പം ഞങ്ങൾ പയ്യെ അതേ സെറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇവർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതായത് ഷെൽഫ്, റാക്ക്, സ്റ്റോറേജ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മാനുവൽ ആട്ടേ കൂടെ വന്നേക്കണേ. അപ്പോൾ ഞങ്ങൾ പയ്യെ സെറ്റ് ചെയ്ത് ഏകദേശം ഫിനിഷ് ചെയ്യാറായി. അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. സ്ക്രൂവ്, ക്ലാമ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇച്ചിരി തലവേദനയാണ്, പക്ഷേ ഞങ്ങൾ പയ്യെ സെറ്റാക്കും. അപ്പോൾ സെറ്റാക്കിയതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ TV യൂണിറ്റിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കെന്തോ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വാൾനട്ടിൻ്റെ കളറാട്ടോ. നല്ല, ഞാൻ പ്രതീക്ഷനേക്കാളും ക്വാളിറ്റി ഉണ്ട് ഐറ്റത്തിന്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. എന്താ പറയുക, ഒരു ക്വാളിറ്റി സാധനം. ആ റേറ്റിന് വർത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ എൻ്റെ റിവ്യൂവും ഈ പറഞ്ഞ ആമസോണിൽ എഴുതിയിട്ടിട്ടുണ്ട് ഫോട്ടോ സഹിതം. അപ്പോൾ നമ്മളിതേ ബോക്സ് പോലെ വെച്ച് കഴിഞ്ഞപ്പോൾ ലുക്ക് ഇതാട്ടോ. ഇതിൻ്റെ കൂടെ 2 സ്റ്റാൻഡും കൂടെ വരും. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 കാലിലായിട്ടാട്ടോ നിൽക്കണം. അപ്പോൾ നല്ല രസമാട്ടോ അത് കാണാൻ. ഫൈനലി നമ്മുടെ TV യൂണിറ്റ് നമ്മൾ അസംബിൾ ചെയ്തേ അകത്ത് സെറ്റ് ചെയ്തു കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മളതേ ഡേ 2-ലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മളതേ ഇവിടെ നമ്മുടെ വാളിൽ ലൂവറിൻ്റെ വർക്ക്, അതായത് ഒരു ഗെയിമിംഗ് റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കിട്ടണമല്ലോ. എങ്കിൽ നമുക്ക് ആ ഒരു വാള് സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ TVയുടെ ബാക്ക് സൈഡിൽ ലൂവർ സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് WPCയുടെ സാധനമാണ്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളുണ്ട്. 10 ഫീറ്റ് ആട്ടോ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്കും മുന്നേ ഉള്ള ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭിത്തിയിലായിട്ടാട്ടോ നമ്മൾ ലൂറ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ TVയുടെ അപ്പുറം ഇപ്പുറമായിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെൻറ്ററിൽ ഗ്യാപ്പ് കിട്ടും. പിന്നെ ഇതൊരു 10 അടിയുടെ നീളമുള്ള പീസാട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് കൂട്ടി യോജിപ്പിച്ചാണ് നമ്മൾ ഭിത്തിയിലോട്ട് സെറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാൾ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഇതാണ് ബിഫോർ ലുക്ക്. അപ്പോൾ അതും നമുക്ക് കാണാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പശയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് സിലിക്കോൺ പശയ്ക്ക് വേണം കേട്ടോ ഒഴിക്കാൻ. ഇത് 2 മോഡലുണ്ട്, കൂടിയതുമുണ്ട് കുറഞ്ഞതുമുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടിയത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമുക്ക് ഒരുപാട് നാൾ നിൽക്കണല്ലോ. അപ്പോൾ നമ്മളിത് ലൂറ് വയ്യ സെറ്റ് ചെയ്ത് തുടങ്ങി. ഏകദേശം ആ ഒരു അറ്റത്ത് സെറ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ, റൂമിൻ്റെ എൻ്റയർ ലുക്ക് തന്നെ മാറി കേട്ടോ. പിന്നെ ഈ പോർഷയുടെ ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാനുള്ളതാണ്. അത് നമുക്ക് ലൂറെ വെച്ചാൽ കുറച്ചും കൂടെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഈ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു RGB ലൈറ്റൊക്കെ ഉള്ളൊരു ഗെയിമിംഗ് മോഡ് സാധനമാണ് കേട്ടോ. നല്ല മൂഡാണ്. ഇതിന് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് ഞാൻ അടുത്ത വ്ലോഗിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ഫോർമുല 1 ട്രാക്ക് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ആ മേളിൽ ഭിത്തിയുടെ അവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് ഒട്ടിക്കാനുള്ള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ബബിൾ എല്ലാം ഉണ്ട്. പിന്നെ ഈ ചേട്ടൻ
നമുക്ക് ഇനി അടുത്തതായിട്ട് റാക്ക് ഷെൽഫ്, അതായത് നമ്മുടെ ടോയ്സ് എല്ലാം വലിച്ചു വാരിയിലിട്ടിരുന്നത്, അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് റാക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാർട്ടിക്കൽ ബോർഡിലാട്ടോ ഇത് ചെയ്തേക്കണേ. എന്നാൽ പോലും അത്യാവശ്യം ഒരു 7 രൂപ മുടക്കായി, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ടോയ്സ് എല്ലാം കറക്റ്റായിട്ട് വെക്കാമല്ലോ. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഇതിൻ്റെ പെഡലും കാര്യങ്ങളൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ബ്രഷിന് ഈ ഓരോ പെഡൽസും നമുക്ക് ക്ലീൻ ചെയ്ത് വിടാം കേട്ടോ. അങ്ങനെ ഇത് സെറ്റാകും. അപ്പോൾ ഈ ഒരു ബ്രഷ് നമ്മൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത്യാവശ്യം പൊടികളും കാര്യങ്ങളും ഇടയിൽ ട്രാപ്പായിട്ടിരിക്കുന്നതെല്ലാം നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റും കേട്ടോ. നമ്മളിത് ഇങ്ങനെ നൈസായിട്ട് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സെറ്റായതിനു ശേഷം വേണം നമുക്കത് കൊണ്ട് അവിടെ ഫിക്സ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഉള്ളൂ. പിന്നെ നമുക്കിത് അവിടെ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ഈ എന്താ പറയണേ, നമ്മുടെ നേരത്തെ ഇരുന്നുകൊണ്ടിരുന്നൊരു ക്ലോക്ക് തന്നെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണേ. ഇത് ഏകദേശം 500 രൂപയ്ക്ക് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. ആമസോണിലുണ്ട് ഈ ക്ലോക്ക്. സോളിമോന്ന് അടിച്ചാൽ മതി. ഇവിടെ കുറച്ച് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്, കാരണം നമുക്കിതൊന്നും അറേഞ്ച് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ നമുക്ക് ഈ ബെഡിനാണെങ്കിലും നല്ലൊരു കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ അടുത്ത ദിവസം സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തൽക്കാലം നമുക്കിത് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ ഇതാട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹാപ്പി ഗെയിമിംഗ് വേൾഡ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ കാണാത്തവരതും പോയി കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ പെഡലും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വന്നിട്ട് നമുക്കിതിൻ്റെ ബാക്കി അറ്റാച്ച്മെൻറ്റ്സ്, കേബിള്, എല്ലാ സംഭവങ്ങളും നമുക്കിത് ഈ കോക്പിറ്റിലേക്ക് സെറ്റ് ചെയ്യാനുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് കോക്പിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ ആ വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ കോക്പിറ്റിലേക്ക് അത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇത് നമ്മളൊന്ന് പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ ഫൈനലി ഗൈസ്, നമ്മളിത് നമ്മുടെ കോക്പിറ്റിലേക്ക് നമ്മുടെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് 2 ക്ലാമ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇതിൽ ഈസി ആയിട്ട് സൂട്ട് ആവുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. നമുക്കൊന്ന് എന്തായാലും ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു എൽക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീല്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. PXൻ്റെ ഒരു ഡയറക്റ്റ് ഡ്രൈവ് വീലാട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് സൂട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. സോ ഗൈസ്, ഫൈനലി നമ്മുടെ സ്റ്റിയറിംഗ് വീല് നമ്മളിത് കോക്പിറ്റിൽ സെറ്റ് ചെയ്തു. ഇവിടെ ആയിട്ടാണ് നമ്മുടെ പെഡലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇനി കൊടുക്കണം. അതിനായിട്ട് നമുക്കിത് ബാക്കിൽ പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെഡല് ഷിഫ്റ്റർ നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കിത് ഇവിടെ ഷിഫ്റ്ററിൻ്റെ ആ ഒരു പ്ലേറ്റും കാര്യങ്ങളും നമ്മൾ മൗണ്ട് ചെയ്തിട്ടില്ല. സോ നമുക്ക് പെഡലിൻ്റെ കണക്ഷൻ, ഒരു ജോയ്സ്റ്റിക് കൺട്രോളറിൻ്റെ കണക്ഷൻ, കൺസോളിൻ്റെ കണക്ഷൻ പ്ലസ് പവർ, ഇത്രയും കാര്യങ്ങളാട്ടോ നമുക്കിവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ എങ്ങനെയുണ്ട് ഡ്രൈവും കാര്യങ്ങളെന്നുള്ള എക്സ്പീരിയൻസ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1. പാർട്ട് 2-ൽ നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഫുൾ ഗെയിമിംഗ് റൂം കാര്യങ്ങളൊക്കെ ആയിട്ടോ വരുന്നത്. സോ ഈ ഒരു വ്ളോഗ് ഇവിടെ പാർട്ട് 1 അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അടുത്ത പാർട്ടിലാണ് മെയിൻ സംഭവങ്ങളെല്ലാം വരുന്നത്. അതായത് ഫുൾ മേക്ക് ഓവർ നമ്മൾ നടത്തിയിട്ടുണ്ട്, പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിത് വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുക. 2-3 ദിവസത്തിനുള്ളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡേ 1, അതായത് നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തരുന്നു. ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.